ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ്. ഈ ഒരു ബീട്രൂട്ട് പച്ചടി നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രുചിയുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. പച്ചടി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ബീട്രൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ട് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബീട്രൂട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകൂട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ബീട്രൂട്ട് നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. ബീട്രൂട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ബീട്രൂട്ട് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ തരികളായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ദാ ഇവിടെ ബീട്രൂട്ടിൻ്റെ ചൂട് പോയതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്നതിന് പകരം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വേവിച്ചതിന് ശേഷം നമുക്ക് പച്ചടി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അരച്ചെടുത്ത ബീട്രൂട്ട് കുക്ക് ചെയ്തെടുത്ത ആ കുക്കറിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ നാളികേരം ബീട്രൂട്ട് അരച്ചെടുത്ത ആ സെയിം ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ദാ ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ കടുക് നല്ലതുപോലെ അരഞ്ഞു പോകാൻ പാടില്ല. കടുക് ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മാത്രം മതിയാകും. അതുകൊണ്ട് മിക്സി റൈറ്റിലേക്ക് ഓൺ ചെയ്യുന്നതിന് പകരം ലെഫ്റ്റിലേക്ക് ഒരു 2-3 വട്ടം ഓൺ ചെയ്താൽ മതിയാകും. ദാ ഇവിടെ ഇതിപ്പോൾ കടുക് ചേർത്ത് കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ നാളികേരത്തിൻ്റെ അരപ്പ് അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പച്ചടിക്ക് നമുക്ക് ആവശ്യമുള്ളത് തൈരാണ്. പച്ചടിക്ക് അരപ്പ് അരച്ചെടുത്ത ആ സെയിം ജാറിലേക്ക് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകൂട്ടോ. ഈ തൈരിലെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം, അത്രേ ഉള്ളൂ. വിപ്പ് ചെയ്തെടുത്ത തൈര് ബീട്രൂട്ട് നാളികേര മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാതെയാണ് ബീട്രൂട്ട് വേവിച്ചെടുത്തത്. തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ ഈ ബീട്രൂട്ട് പച്ചടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും. പച്ചടി ഒരു കാരണവശാലും തിളച്ചു പോകരുത്. ഇളക്കി കൊടുത്ത് പച്ചടി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ പച്ചടി ചൂടായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനു വേണ്ടിയിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ 3 ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഉണക്കമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ താളിച്ചതിൻ്റെ ഫ്ലേവർ എല്ലാം പച്ചടിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയായിട്ടുണ്ട്. ഈ ബീട്രൂട്ട് പച്ചടി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.